ക്രൂശിത രക്ഷക വിമോചന നമുക്ക് വേണ്ടി നൽകപ്പെട്ട, രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. വേറൊരു നാമവുമില്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സ്വർഗം നൽകിയ ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം, വെള്ളം ചേർക്കാതെ അങ്ങനെ തന്നെ വിശ്വസിക്കണം. മനസ്സിലാകുന്നുണ്ടോ? വേറെ ആരിലും രക്ഷയില്ല യേശുവിലല്ലാതെ. അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. ആ വിശ്വാസത്തിലാണ് രക്ഷയുടെ അനുഭവം ഇരിക്കുന്നത്. അത് വിശ്വസിക്കുന്നിടത്താണ് നീ രക്ഷ പ്രാപിക്കുന്നത് എന്നല്ലേ കർത്താവ് പറഞ്ഞു. റോമ 10:9 വചനം പറയുന്നതല്ലേ. യേശു കർത്താവാണെന്ന് അതരം കൊണ്ടേറ്റ് പറയും, പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോഴാണ് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. ഈ അനുഭവം നമുക്ക് നിരന്തരം ഏറ്റെടുക്കാൻ പറ്റുന്നതും അനുഭവിക്കാൻ പറ്റുന്നതുമായ ജീവിതത്തിന്റെ അനുഭവമാണ്. നമുക്ക് എളുപ്പത്തിൽ രക്ഷയുടെ അനുഭവം തുടർന്നു കൊണ്ടുപോകാനുള്ള എളുപ്പ വഴി എന്താണ്? നിരന്തരം യേശുവേ 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 എന്ന് ഒരു സുഹൃത ജപം പോലെ നിരന്തരം നമ്മുടെ അധരം കൊണ്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ എഫേർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളുകൊണ്ടാണെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാൻ പറ്റും. കണ്ണ് കാണത്തില്ലേലും കുഴപ്പമില്ല, കാത് കേൾക്കത്തില്ലേലും കുഴപ്പമില്ല, നമുക്ക് ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാൻ പറ്റും. അല്ലേ? അന്ത്യത്തോളം നമുക്ക് ചൊല്ലാൻ പറ്റും. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം അല്ലേ, ഒരാത്മാവ് അല്ലെങ്കിൽ ഒരു ജീവിതം മരണക്കിടക്കെ കിടക്കുമ്പോൾ ചുറ്റുമിരുന്നിട്ട് അവരുടെ വേണ്ടപ്പെട്ടവർ, ഇന്നും പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്, അടുത്തുള്ളവരുണ്ടെങ്കിൽ അവർ പറയും, അടുത്തിരിക്കുന്ന ഒരു മരണക്കിടക്കയിലും മരണം മുന്നിൽ കണ്ട് കിടക്കുന്ന ഒരു കുടുംബാംഗത്തിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോ മറിയം ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ, ഈശോ മറിയം ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ, ഈശോ മറിയം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ അധരം കൊണ്ട് യേശുവിൻ്റെ നാമം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അത് വലിയൊരു പ്രാർത്ഥനയാണ്. അത് അതിശക്തമായ പ്രാർത്ഥനയുമാണ്. പിശാച് വെറുക്കുന്ന നാമമാണ്. അതുകൊണ്ട് പിശാച് ഭയപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ത്? യേശുവിൻ്റെ നാമം വിളിച്ചുള്ള പ്രാർത്ഥന, യേശുവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന. പിശാച് നിന്നെ തൊടില്ല, സാത്താൻ നിന്നെ തൊടില്ല. നീ ഉള്ളുകൊണ്ട് നിരന്തരം യേശുവേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നാവിൻ്റെ കെട്ട് ആദ്യം അഴിഞ്ഞോളും. നമ്മുടെ നാവിൻ്റെ മേലുള്ള പിശാചിൻ്റെ കെട്ട് ആദ്യം അഴിഞ്ഞോളും. ഇന്നലകളിൽ ഈ നാവ് കൊണ്ട് കുറ്റം പറയുകയോ പരദൂഷണം പറയുകയോ കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റം വിധിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവിൽ വീണിട്ടുള്ളൊരു കെട്ടുണ്ട്, ആ കെട്ടഴിഞ്ഞോളും. അശുദ്ധ ഭാഷണങ്ങളിലൂടെ നമ്മുടെ നാവിൽ വന്നിട്ടുള്ളൊരു കെട്ടുണ്ട്, അത് ആദ്യം അഴിഞ്ഞു പൊക്കോളും. പിന്നെ നമ്മളിലേക്ക് ആ ദൈവനാമത്തിൻ്റെ അത്ഭുത ശക്തി സൗഖ്യമായിട്ട്, വിടുതലായിട്ട്, അഭിഷേകമായിട്ട് ഇങ്ങനെ വെളിപ്പെടാൻ തുടങ്ങും. എന്ത് ചെയ്യുമ്പോൾ? നമ്മൾ നിരന്തരം യേശുവിൻ്റെ നാമം പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ഓരോ സന്ധിബന്ധങ്ങളും രൂപപ്പെടാൻ തുടങ്ങും. അവൻ്റെ സ്നേഹത്തിൽ നമ്മുടെ ഓരോ സന്ധിബന്ധങ്ങളും രൂപപ്പെടാൻ തുടങ്ങും. വല്ലാത്തൊരു അനുഭവമാണ്. കരങ്ങൾ കൂപ്പി ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായ നിന്റെ ദൈവം നിനക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ പിടഞ്ഞു മരിച്ച കർത്താവ്, ആ കർത്താവിൻ്റെ സ്നേഹമാണ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. മക്കളെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, സ്നേഹത്തോടെ ഈശോ വിളിക്ക്. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്കെല്ലാം ഈശോ ഇറങ്ങി വരുന്ന സമയമാണ്. സ്നേഹത്തോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. പ്രാർത്ഥനയോടെ ഈ നിമിഷങ്ങളിൽ, കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യുന്ന ഈ നിമിഷങ്ങളിൽ, കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്കിനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങളിൽ കൂട്ടായ്മയിലുണ്ടെങ്കിൽ, മോനെ, നിന്റെ കർത്താവായ യേശു നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഈ നിമിഷങ്ങൾ ഇത് രക്ഷയുടെ നിമിഷങ്ങളാണ്. നിന്റെ പ്രതീക്ഷയും നിന്റെ പ്രത്യാശയും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും തകർന്നടിഞ്ഞു പോയ ജീവിതത്തിന്റെ രക്ഷയില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളിലേക്ക് നിന്റെ കർത്താവിന് ഇറങ്ങി വരാൻ പറ്റും. കാരണം ഈശോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നെയും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിനായി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു. എന്നതാ അരുൾ ചെയ്യുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവായ ദൈവം പറയുന്നത് എന്നതാ പറയുന്നത്? നീ ഭയപ്പെടേണ്ടെന്ന്, നീ അസ്വസ്ഥപ്പെടരുതെന്ന്, നീ സങ്കടപ്പെടരുതെന്ന്, നീ നിരാശപ്പെടരുതെന്ന്, നീ ദുഃഖിച്ചും വേദനിച്ചും നിന്റെ ജീവിതം തീർക്കരുതെന്ന് കർത്താവ് പറയുന്നു. കർത്താവ് പറയാണ്, മോനെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് ഈശോ പറയുകയാണ്. നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. എന്തൊരാശ്വാസം തരുന്ന വാക്കുകളാ, എന്തോരം പ്രതീക്ഷ തരുന്ന, പ്രത്യാശ തരുന്ന സ്വരമാണെന്ന് നോക്കിക്കേ. കർത്താവ് പറഞ്ഞതൊന്ന് കേട്ടെ, മോനെ, ഭയപ്പെടേണ്ടെന്ന്, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് ഒക്കെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. മുട്ടുകുത്തി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കൺതുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ